ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും പെർഫെക്റ്റ് ലുക്കും പുറമേ നല്ല മുരിഞ്ഞ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും പൊട്ടിപ്പോകാതെ ഏത് ഷേപ്പിലും കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.25 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ 1 വിസിലും അങ്ങനെ ടോട്ടൽ 2 വിസിലൊന്ന് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലെ സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ചിക്കൻ്റെ പീസസും ചിക്കൻ വെന്ത വെള്ളവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തതുകൊണ്ട് ചിക്കൻ്റെ ആ എല്ലിൽ നിന്ന് ആ മാംസമൊക്കെ ഒന്ന് വിടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് മിക്സിയിൽ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് തയ്യാറാക്കാനുള്ള ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 7 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. 5 ചെറിയ ഉരുളക്കിഴങ്ങും 2 വലിയ ഉരുളക്കിഴങ്ങുമാണ്. എല്ലാം നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നഖയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ച് ഈ ഉരുളക്കിഴങ്ങ് നല്ല പഞ്ഞി പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റുമാണ് വേവിച്ചെടുത്തത്. കുക്കറിലെ സ്റ്റീം കംപ്ലീറ്റ് പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് എടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. ഇനി കട്ട്ലറ്റിൻ്റെ മിക്സ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള കൊത്തി അരിഞ്ഞതും 3 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ഗരം മസാലയും 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച ശേഷം മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഏകദേശം 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞും വരണം. ഈ വെളുത്തിരിക്കുന്ന ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ച് ഡാർക്കായിട്ട് വരണം. അപ്പോഴാണ് കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം 10 മിനിറ്റൊക്കെ വഴറ്റി കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ വേവിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ വെന്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, ഈ കട്ട്ലറ്റ് ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ, ഇനി അഥവാ ഷേപ്പ് ചെയ്തെടുത്താൽ തന്നെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഉരുളക്കിഴങ്ങും ചിക്കനും ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് വെള്ളവും അബ്സോർബ് ചെയ്യും. ഇങ്ങനെ ചെയ്തെടുക്കുന്ന കട്ട്ലറ്റിൻ്റെ മിക്സ് ഒരിക്കലും പൊട്ടിപ്പോവുകയില്ല. മാത്രമല്ല നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കട്ട്ലറ്റിന്. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഇതിലൊഴിച്ചിരിക്കുന്ന ആ ചിക്കൻ വെന്ത വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റൊക്കെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തപ്പോൾ തന്നെ ഇതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടാറിയ ശേഷം നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണയായിട്ട് കട്ട്ലറ്റ് വട്ടത്തിലോ ഓവൽ ഷേപ്പിലോ ആണ് ഷേപ്പ് ചെയ്തെടുക്കാറ്. ഞാനിവിടെ വ്യത്യസ്തമായ 2 ഷേപ്പുകളിലാണ് ഈ ഒരു കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്തേക്കുന്നത് ചിക്കൻ ലെഗ് പീസിൻ്റെ ഷേപ്പിലാണ്. പിന്നെ ഇതേപോലത്തെ സ്റ്റാർ ഷേപ്പിൽ ഒരു കുക്കി കട്ടർ യൂസ് ചെയ്തും കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട്ലറ്റിൻ്റെ മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഷേപ്പിലും കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ മുഴുവൻ കട്ട്ലറ്റും ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ട്ലറ്റ് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ട മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. 6 കഷ്ണം ബ്രെഡ് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചൊരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കുറച്ചധികം ഓയിലിൽ മുക്കിയിട്ട് വേണം കട്ട്ലറ്റ് വറുത്തെടുക്കാൻ. എന്നാൽ മാത്രമേ കട്ട്ലറ്റിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് എല്ലാ ഭാഗത്തും ഒരേ കളറിൽ ഇരിക്കുകയുള്ളൂ. കുറച്ച് എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കട്ട്ലറ്റിൻ്റെ നടുഭാഗത്ത് വേറൊരു കളറായിരിക്കും.
നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട്ലറ്റ് വറുത്തെടുക്കാൻ പറ്റും. കാരണം ഉൾഭാഗമൊക്കെ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് പുറം മാത്രം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് കട്ട്ലറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.